ഹായ് എവരി വൺ. ഇവിടെ ജെഇ അതുപോലെ തന്നെ നീറ്റ് എക്സാമിലൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ് ആൽക്കോഹോൾ ഫീനോൾ ഈതറിൻ്റെ ഹൈഡ്രജൻ ഹലൈഡുമായിട്ടുള്ള റിയാക്ഷൻ. എന്ന് വെച്ചാൽ HI HBr ഒക്കെ ആയിട്ട് കോമൺ ആയിട്ട് നിങ്ങൾക്ക് റിയാക്ഷൻ കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ റിയാക്ടിവിറ്റിയുടെ ഓർഡർ നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ഹലൈഡ്സിൻ്റെ റിയാക്ടിവിറ്റിയിൽ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കാണിക്കുക HI, then HBr, HCl, HF ആണ് ഇതിൻ്റെ ഒരു ഓർഡർ വരിക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇനി നമുക്കൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നോക്കിയേ, നമുക്ക് ഡൈമീഥൈൽ ഈതർ എന്നുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. നമ്മൾ HI ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ നമ്മൾ റിയാക്ഷൻ നോക്കുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ. ഓക്സിജൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മുടെ ബോണ്ട് ബ്രേക്ക് ആവുന്നു, ഓക്സിജൻ്റെ കൂടെ ഹൈഡ്രജൻ പോകുന്നു, മറ്റേ സൈഡിൽ നമ്മുടെ ഹാലജൻ ഏതാണ്, ഇപ്പോൾ ഇവിടെ അയഡിനാണ്, അയഡിൻ ആ ഗ്രൂപ്പിൻ്റെ കൂടെ പോകുന്നു. സോ പ്രൊഡക്റ്റ് എഴുതൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇവിടെ സിമെട്രിക് ഈതർ ആയതുകൊണ്ട് ഓക്സിജൻ്റെ ഏത് സൈഡിൽ വേണമെങ്കിലും ബോണ്ട് ബ്രേക്ക് ചെയ്യാം. രണ്ടും എക്സാക്ട്ലി ഐഡൻറ്റിക്കൽ പ്രൊഡക്റ്റിലേക്കാണ് ലീഡ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. നൗ വാട്ട് ഇഫ് യു ഹാവ് ആൻ അൺസിമെട്രിക് ഈതർ? ഓക്സിജൻ്റെ ഇടതുവശത്ത് മീഥൈൽ ഗ്രൂപ്പും വലതുവശത്ത് ഈഥൈൽ ഗ്രൂപ്പുമാണുള്ളത്. ഇവിടെ നമ്മൾ ബോണ്ട് ഏത് സൈഡിലാണ് ബോണ്ട് ബ്രേക്ക് ചെയ്യേണ്ടി വരിക? അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. സോ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗൈഡ് ലൈൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈഡ് ലൈനുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ 2 എക്സാമ്പിളുകൾ ഇവിടെ ഉണ്ട്. നോക്കിക്കേ, ആദ്യത്തെ ഗൈഡ് ലൈൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്സിജൻ്റെ 2 സൈഡിലുള്ള ഗ്രൂപ്പുകൾ പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ ക്രൂഷ്യലാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്, ബൾക്കിനെസ് കുറഞ്ഞ സൈഡ് ഏതാണോ, അതായത് സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറഞ്ഞ സൈഡ് ഏതാണോ ആ സൈഡിൽ നമ്മൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ആദ്യത്തെ എക്സാമ്പിൾ നമ്മുടെ മീഥൈൽ ഈഥൈൽ ഈതർ തന്നെയാണ്. ഓക്സിജൻ്റെ ഒരു സൈഡിൽ മീഥൈലും മറ്റേ സൈഡിൽ ഈഥൈൽ ഗ്രൂപ്പും ഉണ്ട്. ബൾക്കിനെസ് നോക്കുകയാണെങ്കിൽ കുറവ് ഇതാ മീഥൈൽ ഗ്രൂപ്പിനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബോണ്ട് ആ സൈഡിൽ ബ്രേക്ക് ചെയ്യാം. ഓക്സിജൻ്റെ കൂടെ ഹൈഡ്രജനെ വിടുന്നു, മറ്റേ സൈഡിൽ ഹാലജനെ വിടുന്നു. അപ്പോൾ അവിടെ പ്രൊഡക്റ്റ് എങ്ങനെ വരും? ഇതാ ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, CH3യുടെ കൂടെ I ഗ്രൂപ്പ്, അതുപോലെ ഓക്സിജൻ്റെ കൂടെ ഹൈഡ്രജൻ. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇത് ഈഥൈൽ ഗ്രൂപ്പാണ്, ഇത് ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പാണ്. എഗെയിൻ ബൾക്കിനെസ് കൂടിയത് ഐസോപ്രൊപ്പൈൽ അല്ലേ. ബൾക്കിനെസ് കുറഞ്ഞ സൈഡിലാണ് നമ്മൾ ബോണ്ട് ബ്രേക്ക് ചെയ്യേണ്ടത്. സോ യു ഹാവ് ടു ബ്രേക്ക് ദ ബോണ്ട് ഹിയർ. എന്നിട്ട് ഓക്സിജൻ്റെ കൂടെ ഹൈഡ്രജനെ വിടുന്നു, മറ്റേ സൈഡിൽ നമ്മൾ ഇവിടെ ബ്രോമിനാണുള്ളത്. സോ ബ്രോമിനെ വിടുന്നു. നമ്മുടെ പ്രൊഡക്റ്റുകൾ എങ്ങനെ വരും? ഇതാ ഇങ്ങനെ വരും. എഗെയിൻ ബോണ്ട് ബ്രേക്ക് ചെയ്യേണ്ടത് ബൾക്കിനെസ് കുറഞ്ഞ സൈഡിലാണ്. ഓക്സിജനോട് ഹൈഡ്രജൻ, മറ്റേ സൈഡിൽ നമ്മുടെ ഹാലജനെ നമ്മൾ വിടുന്നു. നമ്മുടെ പ്രൊഡക്റ്റ് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനിയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ട്രിക്കി ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ ഗൈഡ് ലൈൻ നോക്കുക. ഓക്സിജൻ്റെ 2 സൈഡും ഒബ്സർവ് ചെയ്തതിൽ നിന്ന് ഒരു സൈഡിൽ എക്സെപ്ഷണലി സ്റ്റേബിൾ ആയിട്ട് ഒരു കാർബോ കാറ്റോൺ ഉണ്ടാവുന്നുണ്ടെന്ന് വിചാരിക്കുക. അതായത് ടെർഷറി, ബെൻസൈൽ, അലൈൽ പോലെ എക്സെപ്ഷണലി സ്റ്റേബിൾ ആയിട്ട് ഒരു കാർബോ കാറ്റോൺ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ മെക്കാനിസം ഫോളോ ചെയ്യുന്നത് SN1 മെക്കാനിസം ആയിരിക്കും. അപ്പോൾ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് ഇതാ ഈ ഓക്സിജൻ്റെ ഇടത് ഭാഗത്ത് ഒരു ടെർഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ടെർഷറി കാർബോ കാറ്റോണിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബോണ്ട് ബ്രേക്ക് ചെയ്യേണ്ടത് ആ സൈഡിലാണ്. സോ ഇവിടെയാണ് നമ്മൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക. ഓക്സിജനോട് ഹൈഡ്രജനെ വിടുന്നു, ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഒപ്പം നമ്മുടെ ഹാലജനായിട്ടുള്ള അയഡിനെ വിടുന്നു. നമ്മുടെ പ്രൊഡക്റ്റ് എഴുതൽ ഇനി വളരെ സിമ്പിളാണ്. അതുപോലെ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു സൈഡിൽ ബെൻസൈൽ ഗ്രൂപ്പ് ഉണ്ട്, മറ്റേ സൈഡിൽ ഈഥൈലാണ്. എക്സെപ്ഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോ കാറ്റോൺ ആണ് ബെൻസൈലും. അതുപോലെ അലൈൽ ഗ്രൂപ്പ് ഇതാ മൂന്നാമത്തെ എക്സാമ്പിളിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ എക്സെപ്ഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോ കാറ്റോൺ ഉണ്ടായാൽ നമ്മൾ ആ സൈഡിലാണ് ബോണ്ട് ബ്രേക്ക് ചെയ്യേണ്ടി വരിക. സോ നമ്മളിതാ ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ്റെ കൂടെ ഹൈഡ്രജൻ, മറ്റേ സൈഡിൽ നമ്മുടെ ഹാലജനായിട്ടുള്ള ബ്രോമിൻ വരുന്നു. സോ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഇതാ ഇങ്ങനെയായിരിക്കും വരിക. മൂന്നാമത്തെ കേസിലും അങ്ങനെ തന്നെയാണ് വരിക. ഇവിടെ അലൈൽ കാർബോ കാറ്റോൺ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സൈഡിലാണ് ബോണ്ട് ബ്രേക്ക് ചെയ്യേണ്ടത്. ഓക്സിജൻ്റെ കൂടെ ഹൈഡ്രജനെ വിടുന്നു, മറ്റേ സൈഡിൽ നമ്മുടെ ഹാലജനായിട്ടുള്ള അയഡിനെ വിടുന്നു. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ബോണ്ട് ബ്രേക്കിംഗ് നടക്കുക. എഗെയിൻ യു ക്യാൻ സീ ദ പ്രൊഡക്ട്സ് ഹിയർ. നമ്മുടെ അവസാനത്തെ ഗൈഡ് ലൈനിലേക്ക് നമുക്ക് എത്താം. ഓക്സിജൻ്റെ ഒരു സൈഡിൽ ബെൻസീൻ റിംഗ് ആണ് കണക്ട് ആയിരിക്കുന്നത് വിചാരിക്കുക. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടെ ട്രിക്കിയാണ്, ശ്രദ്ധിക്കുക. ഓക്സിജനും ബെൻസീൻ റിംഗും തമ്മിലുള്ള ബോണ്ട് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാവും ഡ്യൂ ടു റെസൊണൻസ്. അതുകൊണ്ട് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ് വിൽ ബി എ ടു സ്ട്രോങ് ബോണ്ട് ടു ബ്രേക്ക്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത് മറ്റേ ബോണ്ടായിരിക്കണം. ബെൻസീൻ റിംഗും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കോൺസെപ്റ്റ് ഈ 2 എക്സാമ്പിളിലേക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഒന്നാമത്തെ നമുക്ക് നോക്കാം. ഓക്സിജനും ബെൻസീൻ റിംഗും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ആവില്ല, മറ്റേ ബോണ്ടായിരിക്കും ബ്രേക്ക് ആവുക. ഓക്സിജൻ്റെ കൂടെ ഹൈഡ്രജൻ, നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മുടെ അയഡിൻ ഹാലജൻ ഇവിടെ പോകുന്നു. സോ നമ്മുടെ പ്രൊഡക്റ്റ് വരുക ഇങ്ങനെയായിരിക്കും. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഓക്സിജനും ബെൻസീൻ റിംഗും തമ്മിലുള്ള ബോണ്ട് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാവും. മറ്റേ സൈഡിലായിരിക്കും ബോണ്ട് ബ്രേക്ക് ആവുക. ഓക്സിജൻ്റെ കൂടെ ഹൈഡ്രജൻ, മറ്റേ സൈഡിൽ നമ്മുടെ ഹാലജനായിട്ടുള്ള അയഡിൻ പോകുന്നു. അത് മാത്രമല്ല ഇവിടെ നോക്കിയേ, എക്സെപ്ഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ബെൻസൈൽ കാർബോ കാറ്റോൺ ഉണ്ടാവുന്നുമുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇങ്ങനെയായിരിക്കും ബോണ്ട് ബ്രേക്കിംഗ് നടക്കുക, ലീഡിങ് ടു ദീസ് പ്രൊഡക്ട്സ്. ഇപ്പോൾ ഈതറിൻ്റെ കേസിൽ ഏത് കേസിൽ വന്നാലും എങ്ങനെ വന്നാലും ഈ 4 ഗൈഡ് ലൈൻ ഉപയോഗിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. ഈ ഗൈഡ് ലൈൻസ് മനസ്സിൽ സൂക്ഷിക്കുക. കൂടുതൽ ഹാക്സുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.